നമസ്കാരം. വാർത്താ നിലയത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടിക നിയോജക മണ്ഡലം വിദ്യാഭ്യാസ അവാർഡ് 2026 സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. ദേശീയപാത ശ്രീനാരായണപുരം പുരിബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ശ്രീനാരായണപുരം പീവമ്പലൂർ വെക്കോട് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ചാഴൂരിൽ വൻ തീപിടുത്തം. 2 വീലർ വർക്ക്ഷോപ്പ് കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടിക നിയോജക മണ്ഡലം വിദ്യാഭ്യാസ അവാർഡ് 2026 സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. പെരിങ്ങോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം നാട്യ നിയോജക മണ്ഡലം MLA ഗീത ഊബി ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മദന മോഹൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA സജിത, താന്യം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, അന്തിക്കാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശൈലജ ടീച്ചർ, ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ഷക്കീല അമീർ, അവനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോസലി, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിച്ചുമോൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ, താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീന ദേവി, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ 26 ഞായറാഴ്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തുമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ഉടൻ അറിയിപ്പ് നൽകുമെന്നും MLA അറിയിച്ചു. നിയോജക മണ്ഡലം തലത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വലിയൊരു സാംസ്കാരിക പരിപാടിയാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 26-നെയാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായി ഈ പൊതുപരിപാടി നടക്കുന്ന ഹാള് ഇന്നത്തോടുകൂടി നമുക്ക് ഏതാണ് സൗകര്യപ്രദമായി കിട്ടുന്ന ഹാൾ എന്ന് നോക്കി അവിടെ തന്നെ നമുക്ക് ആ പരിപാടി ഓർഗനൈസ് ചെയ്ത് പോകാനാണ് നമ്മൾ ഈ സർക്കാർ സംഘടിപ്പിച്ചത്. ഇന്ന് SSLC +2 ഫുൾ A+ ലഭിച്ച കുട്ടികൾ വളരെയധികം കുട്ടികളാണ്. ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് പൊതു സദസ്സിൽ നിന്ന്, സാന്നിധ്യം നിന്ന്, വലിയ വ്യക്തികളിൽ നിന്ന് ഉപഹാരം മേടിക്കാൻ അവരുടെ മനസ്സും അവരുടെ പേരൻസും ഇത്തരം പരിപാടികളെ വളരെ ആഘോഷമാക്കുന്ന സദസ്സുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ദേശീയപാത ശ്രീനാരായണപുരം പുരിബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. അഞ്ചാമ്പരുത്തി പനങ്ങാട് സ്വദേശി കാട്ടുപറമ്പിൽ കബീറാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകൻ റംസാൻ ഗുരുതരമായി പരിക്കുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 9:30 ആയിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്ന് വടക്കോട്ട് പോരുന്ന കാറും എതിരെ വന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിനും റോഡിലെ ഡിവൈഡറിനും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന നിലയിലായിരുന്നു സ്കൂട്ടർ. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കബീർ മരണപ്പെടുകയായിരുന്നു. മതിലകം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ശ്രീനാരായണപുരം പീവമ്പലൂർ വെക്കോട് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. വെക്കോട് ത്രിപുരസുന്ദരി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ ശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്ന 2 ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നിട്ടുള്ളത്. 7000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹെൽമെറ്റ് ധരിച്ച ഒരാൾ മതിൽ ചാടിക്കടന്ന് മോഷണം നടത്തുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ചാഴൂരിൽ വൻ തീപിടുത്തം. 2 വീലർ വർക്ക്ഷോപ്പ് കത്തിനശിച്ചു. ചാഴൂർ വടക്കേയാലിന് സമീപത്തെ 2 വീലർ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. തിങ്കളാഴ്ച രാത്രി 9:30-യോടെയാണ് സംഭവം. വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ വാഹനങ്ങളും കത്തിനശിച്ചു. തൃശൂരിൽ നിന്നും നാട്ടികയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല.
തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ അഞ്ചുമൂർത്തി മംഗലത്ത് ബസിന് പിന്നിൽ ചരക്ക് ലോറി ഇടിച്ച് 11 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ആളെ കയറ്റാനായി നിർത്തിയപ്പോൾ ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഇരട്ടക്കുളങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താനേരം തുടരുന്നു. പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലവനിക്കര സ്വദേശി പണ്ടാരപ്പറവിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. തലയിൽ അടിയേറ്റ് രക്തം വാർന്ന രീതിയിലാണ് കൊലപാതകമെന്നാണ് സംശയം. സമീപത്ത് കിടന്നിരുന്ന കരിങ്കല്ലിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിനു സമീപത്ത് ഒരു ബാഗുണ്ട്. വലിയകര പ്രദേശത്തുള്ള വീടുകളിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. എരുമപ്പെട്ടി പതിയാരം കാവാരം ചിറയിൽ മത്സ്യകൃഷിക്കായി സ്ഥാപിച്ച വലയിൽ ഈനാം വെച്ച് കുടുങ്ങി. അവശനിലയിൽ കണ്ടെത്തിയ ഈനാം വെച്ചിയെ നാട്ടുകാരുടെ സഹായത്തോടെ അനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോട് രക്ഷപ്പെടുത്തി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ദിവസങ്ങളായി വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം കഞ്ചാവുമായി 2 യുവാക്കളെ പിടികൂടി. പാലക്കാട് നെന്മാറ സ്വദേശികളായ മേലേക്കത്ത് വീട്ടിൽ എബ്രഹാം, തോട്ടുങ്ങൽ വീട്ടിൽ ജിഷ്ണു എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, SI മാരായ സതീഷ് കുമാർ, ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അരിമ്പൂർ ശാഖയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എറവ് 5-ാം കല്ലിലുള്ള ATM മെഷീനിൽ പാമ്പ് കയറി. പണം എടുക്കാനെത്തിയ ആളിന്റെ കാലിലൂടെയാണ് പാമ്പ് ATM മെഷീന്റെ പുറകുവശത്തേക്ക് ഇഴഞ്ഞുപോയത്. പാമ്പ് പിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം തിരഞ്ഞിട്ടും പാമ്പിനെ കണ്ടെത്താനായില്ല. പാമ്പിനെ കണ്ടെത്താൻ ATM മെഷീന്റെ പുറകുവശത്തെ ഷീറ്റ് അഴിച്ചെടുത്തെങ്കിലും കണ്ടില്ല. പാമ്പ് ATM മെഷീനുള്ളിലേക്ക് പോയെന്നാണ് സംശയം. 2 ദിവസം മുമ്പ് ഇതേ ബാങ്കിന്റെ ഓഫീസിലും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക നിയോജക മണ്ഡലം വിദ്യാഭ്യാസ അവാർഡ് 2026 സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. ദേശീയപാത ശ്രീനാരായണപുരം പുരിബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ശ്രീനാരായണപുരം പീവമ്പലൂർ റെക്കോർഡ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ചാഴൂരിൽ വൻ തീപിടുത്തം. 2-വീലർ വർക്ക്ഷോപ്പ് കത്തിനശിച്ചു.
ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.